നമസ്കാരം. പ്രധാന വാർത്തകൾ. ഫോർട്ട് കൊച്ചിയെ നടുക്കി യുവാവിനെ കുത്തിക്കൊന്നു. കൊലയാളി അലൻ നിരവധി കേസുകളിൽ പ്രതി. തിരച്ചിൽ തുടരുന്നു. കൊലയ്ക്ക് കാരണം മുൻവൈരാഗ്യമെന്ന് പോലീസ്. ഒമാനിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. മൃതദേഹവുമായി വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ച് ബന്ധുക്കൾ. ചർച്ചയ്ക്ക് അവസരമൊരുക്കുമെന്ന് എയർ ഇന്ത്യ. ടിടിമാർക്ക് നേരെ വീണ്ടും ആക്രമണം. ഐലൻഡ് എക്സ്പ്രസിലും ചെന്നൈ മെയിലിലും ആക്രമണം. 3 പേർ പിടിയിൽ. കണ്ണൂർ താഴെ ചൊവ്വയിൽ അപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. അപകടം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച. തിരുവനന്തപുരം പേയാട് അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. കാലവർഷം മെയ് 31-നെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോടമഞ്ഞിൽ മനോഹര കാഴ്ചയൊരുക്കി കാന്തല്ലൂർ. കൃഷിത്തോട്ടങ്ങൾ കാണാനെത്തുന്നത് നിരവധി സഞ്ചാരികൾ. വിശദമായ വാർത്തകൾ നോക്കാം. ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്ന പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കൊല നടത്തിയ അത്തിപ്പൊഴി സ്വദേശി അലൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലി ഇന്നലെ രാത്രിയായിരുന്നു കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 7:45 കൂടിയാണ് ഈ കാണുന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന ഓസ് ഷിപ്പിംഗ് എന്ന ഈ കടയിലെ സ്റ്റാഫായിരുന്ന ബിനോയ് സ്റ്റാൻലി കൊല്ലപ്പെടുന്നത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് പരിചയമുള്ള അലൻ എന്ന് പറയുന്ന ആളാണ് ഈ കേസിലെ പ്രതി. മുൻവൈരാഗ്യത്തെ തുടർന്നാണ് അലൻ ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അലൻ നിരവധി മയക്കുമരുന്ന് കേസുകളിലും അല്ലാതെയുള്ള സ്ത്രീകളെ ശല്യപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നാണ് നാട്ടുകാരും പോലീസും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നലെ വൈകുന്നേരം കടയിൽ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ട് ഇതുവഴി പോയ യാത്രക്കാരാണ് ഈ പറയുന്ന ബിനോയ് സ്റ്റാൻലി ആണ് വീണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അവരാണ് ഇങ്ങനെ ഒരു അപകടം ഈ കടയിൽ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കുകയും പോലീസിനെ അറിയിക്കുകയും ബിനോയ് സ്റ്റാൻലിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ നാട്ടുകാരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് അങ്ങേയറ്റം സാധുവായ ഒരു മനുഷ്യനാണ് ഈ മരിച്ച ബിനോയ് സ്റ്റാൻലി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രതി അലനെ പറ്റി അവർക്ക് ഏറെ പറയാനുണ്ട്. അലൻ നിരവധി കേസുകളിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. നാട്ടുകാർക്കിടയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ സ്ത്രീകളെ ഉപദ്രവിച്ച കേസിൽ പ്രതിയാണ്. ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലമാണ് ഈ പ്രതി അലനെ പറ്റി നാട്ടുകാർക്കും നമ്മളോട് പറയാനുള്ളത്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കൂട്ടുകാരൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയണത്. ആ ചെക്കൻ എന്നുള്ള മയക്കുമരുന്ന് അടിമയാണ് ഈ സംഭവം നടത്തിയവർ. സുഭാഷ് ആണ് ഇതിനെ വിവരം അറിയിക്കുന്നത്. അത് നിരന്തരം പഞ്ചാബ് ഇതിലൊക്കെ പ്രതികളാണ് ഈ പറഞ്ഞ പ്രതി. മരിച്ച പയ്യനെ ഒന്നിനും ഇല്ലാത്തേക്കണം. ഒന്നിനും ആരോട് എല്ലാവരും കണ്ടടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും കാണാം. എന്റെ കൂടെ പറ്റത്തന്നെ ഒരാളോട് ഒരു പ്രശ്നമില്ലാത്ത പയ്യനാണ്. അതുകൊണ്ടൊക്കെ ജന കുടുംബത്തിന്റെ കാര്യം ആലോചിക്കുക. ഇതിനൊക്കെ അത് ചിന്തിക്കുന്നുണ്ട. ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ആ കുടുംബത്തിന്റെ അവസ്ഥയെപ്പറ്റി അങ്ങേയറ്റം സഹതാപത്തോടെ അങ്ങേയറ്റം സങ്കടത്തോടു കൂടിയാണ് ഈ മനുഷ്യർ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത്. മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജിന്റെ നേതൃത്വത്തിലാണ്. ഈ കാര്യത്തിൽ ഉടൻ തന്നെ കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നലെ വൈകുന്നേരം
ഈ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യനെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറി കുത്തിക്കൊല്ലുക. കുറച്ചു നേരം നമുക്ക് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു 3-4 മിനിറ്റോളം അലൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സംസാരിച്ച ശേഷമാണ് അലൻ ഈ കൃത്യത്തിലേക്ക് കടന്നത്. എന്തൊക്കെ ആയാലും മയക്കുമരുന്നും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ വിതരണത്തെ പറ്റിയും പോലീസ് അലേർട്ടാകുന്നില്ല എന്നൊരു പരാതിയും നാട്ടുകാർക്കിടയിൽ വ്യാപകമാണ്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ഒമാനിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച ബന്ധുക്കൾ. വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ഭാര്യ മൃതയ്ക്ക് നമ്പി രാജേഷിനെ അവസാനമായി കാണാൻ സാധിച്ചിരുന്നില്ല. അധികൃതർ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എയർ ഇന്ത്യ അധികൃതരുമായി ചർച്ചയ്ക്ക് അവസരം നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നമ്പി രാജേഷിന്റെ മൃതദേഹം കരമനയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാരത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. വിനോദ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. വിനോദ, എല്ലാവരും ഏറെ വേദനയോട് കൂട്ടി കേട്ടൊരു വാർത്തയായിരുന്നു നമ്പി രാജേഷിന്റെ മരണം. പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെയാണ് ഭാര്യയ്ക്ക് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരേണ്ടി വന്നത്. ഒരുപക്ഷെ എയർ ഇന്ത്യ പണിമുടക്കിയില്ലായിരുന്നുവെങ്കിൽ അവസാനമായി ഒന്ന് തൻ്റെ ഭർത്താവിനെ കാണാൻ അമൃതയ്ക്ക് സാധിക്കുമായിരുന്നു. അതൊക്കെ ഇല്ലാതായിട്ടാണ് അദ്ദേഹം യാത്രയായത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നു. എന്താണ് വിവരങ്ങൾ? നമ്പി രാജേഷിന്റെ മൃതദേഹം ഇപ്പോൾ സംസ്കാരത്തിനായി കൊണ്ടുപോയി വീട്ടിലെത്തിയ ശേഷമാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ സംസ്കരിക്കുന്നതിനായി ഭൗതികദേഹം കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു നമ്പി രാജേഷിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു ഈ സമരം ഉണ്ടായത്. വളരെ പെട്ടെന്ന് ഈ ജീവനക്കാർ ഒന്നാകെ സമരത്തിലേക്ക് പോയി. മിന്നൽ പണിമുടക്ക് എന്ന നിലയിലേക്ക് പോകുമ്പോൾ നിരവധി പേർ വലഞ്ഞിരുന്നു. ജോലിക്ക് പുതുതായി ജോയിൻ ചെയ്യേണ്ടവർ, ലീവ് കഴിഞ്ഞു പോകേണ്ടവർ, ഈ തരത്തിൽ അസുഖബാധിതരായി ബന്ധുക്കൾ ഉള്ളവർ അവരുടെ പരിചരണത്തിന് ഉൾപ്പെടെ എത്താൻ കഴിയാതെ വലഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. എയർ ഇന്ത്യ മാനേജ്മെന്റിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മോശമായ ഒരു പ്രവണതയാണ് ഉണ്ടായത്. കൃത്യമായി ഈ കാര്യത്തിൽ മാനേജ്മെന്റ് ഒരു നിലപാടെടുക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം, കഠിനമായ നടപടികൾ സ്വീകരിക്കണം. നേരത്തെ സമരം ചെയ്തു 25ഓളം ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അവരെ പിരിച്ചുവിടാനുള്ള തീരുമാനം റദ്ദാക്കിയിരുന്നു. ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നു. ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ ക്ഷീണമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഈ മിന്നൽ പണിമുടക്ക് ഉണ്ടായത്. അതിലെ ഏറ്റവും വലിയ നൊമ്പര കാഴ്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത്. രാജേഷിന്റെ ഭാര്യ അമൃതയുടെ പിതാവ് എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് രാവിലെ സമരം ചെയ്തിരുന്നു. ഈ മൃതദേഹം എത്തിച്ച സമയം, ആ സമയത്തൊരു പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ സമരം അവിടെ നടന്നത്. അദ്ദേഹം ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. ഏതായിരുന്നാലും എയർ ഇന്ത്യയുടെ ജീവനക്കാർ അവരിങ്ങനെ ഒരു സമരം ചെയ്യുമ്പോൾ അവരുടെ തൊഴിൽ അവകാശങ്ങളുണ്ട്, ന്യായമായ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ മിന്നൽ പണിമുടക്ക് എന്ന നിലയിലേക്ക് പോകുമ്പോൾ അത് ഓരോ കുടുംബത്തിനും ഉണ്ടാക്കുന്ന ആഘാതം, അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാജേഷിന്റെ മരണവും അദ്ദേഹത്തെ ഒരു കാണാൻ പോലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കഴിയാതെ പോയതും. ശരി, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. TT മാർക്ക് നേരെ വീണ്ടും ആക്രമണം. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ഒറ്റപ്പാലത്ത് വെച്ചും ചെന്നൈ മേലിൽ വടകരയിൽ വെച്ചും TT മാർക്ക് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിൽ 3 പേർ പിടിയിലായി. TT മാരായ മനോജ് വർമ്മ, ഷമ്മി, ആർദ്ര കെ, അനിൽകുമാർ എന്നിവരെയാണ് ആക്രമിച്ചത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഇങ്ങനെ ട്രെയിനിൽ വെച്ച് TT മാർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 2 ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. എന്ത് നടപടിയെടുത്തു പോലീസ്? എന്താണ് വിവരങ്ങൾ?
ഭവ്യ, രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ വീണ്ടും ടിമാർക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ആക്രമണം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ്. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ വടക്കാഞ്ചേരിയിൽ എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ അശ്വിനെയും പൊന്നാനി സ്വദേശിയായ ആഷിഖിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ടിക്കറ്റ് ചോദിച്ചെത്തിയപ്പോഴായിരുന്നു ടിറ്റിയെ തള്ളിയിട്ട ശേഷം മറ്റൊരു കോച്ചിന്റെ ടോയ്ലറ്റിലേക്ക് ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതികളിൽ ഒരാളായ അശ്വിൻ. ടിറ്റിമാരായ UP സ്വദേശി മനോജ് വർമ്മയ്ക്കും തിരുവനന്തപുരം സ്വദേശി ഷമ്മി രാജ് എന്നിവർക്കാണ് പ്രതികളുടെ ആക്രമണം ഉണ്ടായത്. സ്ലീപ്പർ കോച്ചിലിരുന്ന യുവാവിനോട് ടിക്കറ്റ് ചോദിച്ചപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം. ഇതിന്റെ ഒരു പ്രകോപനത്തിന് പിന്നാലെയാണ് ടിക്കറ്റ് ചോദിച്ച ടിറ്റി മനോജ് ശർമ്മയെ തള്ളിയിട്ട ശേഷം ഓടിക്കളഞ്ഞത്. പിന്നീട് അടുത്ത കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു ടിറ്റിയെ വിളിച്ച് വിവരം അറിയിച്ച് ഇരുവരും ചേർന്ന് ഈ പ്രതികളെ പോലീസിന് ഏൽപ്പിക്കുകയായിരുന്നു. ഈ സമയത്ത് പോലീസിന്റെ വിശദമായ പരിശോധനയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും RPF പോലീസാണ് ഇവരുടെ കസ്റ്റഡിയിലാണ്. ഉടനെ തന്നെ പോലീസിന് കൈമാറുകയും ചെയ്യും. മറ്റൊരു ആക്രമണം ചെന്നൈ മെയിലിലായിരുന്നു. അത് വനിതാ TT ആർദ്ര K അനിൽകുമാറിനെതിരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത്. ട്രെയിൻ വടകര എത്തിയപ്പോഴായിരുന്നു ആ സംഭവം. ജനറൽ ടിക്കറ്റുമായി റിസർവേഷനിൽ യാത്ര ചെയ്തിരുന്ന ആളോട് ഐലൻഡ് സ്വദേശി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് സ്വദേശിയായ മധുസൂദരൻ നായരോടാണ് ടിക്കറ്റ് ആവശ്യപ്പെട്ടത്. ഇതേ സംഭവം, ഈ ടിക്കറ്റ് ചോദിച്ചതിൽ പ്രകോപനം തുടർന്നാണ് TTയെ തള്ളിയിട്ടത്. പിന്നീട് മധുസൂദനെ കോഴിക്കോട് പോലീസിന് കൈമാറുകയും ചെയ്തു. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ താഴെ ചൊവ്വയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാലാട് സ്വദേശി VC സിപ്പിനാണ് മരിച്ചത്. രാവിലെ 7:15 അപകടം. തിരുവനന്തപുരം പേയാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ ഇടിച്ച അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജുവലറി ജീവനക്കാരൻ മരിച്ചു. പേയാട് സ്വദേശി നാഗരാജനാണ് മരിച്ചത്. ഭീമ ജുവലറി ജീവനക്കാരനാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ശാസ്തമംഗലത്ത് വെച്ചായിരുന്നു അപകടം. മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കോതമംഗലം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. വെളിയേച്ചാൽ ചിറ്റൂപ്പറമ്പിൽ സോളമനാണ് മരിച്ചത്. നെല്ലൂക്കുഴി ഇന്ദിരാഗാന്ധി കോളേജ് 2ാം വർഷ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥിയാണ്. കാസർകോട് കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. ഉദുമ വെടിക്കുന്നിലെ മുഹമ്മദ് അലിയുടെ വീട്ടുമുറ്റത്തെ 60 അടിയോളം ആഴവും വെള്ളവുമുള്ള കിണറ്റിലാണ് ആട്ടിൻകുട്ടി വീണത്. ഫയർഫോഴ്സ് ഓഫീസറായ അരുണ P നായരാണ് കിണറ്റിലിറങ്ങി ആട്ടിൻകുട്ടിയെ രക്ഷിച്ചത്. അരുണ പതുക്കെ കയറുമോളെ. അവിടെ കിഷോറിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കാലും കുടുങ്ങരുത് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. കോട്ടയം ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന 3 കയറും അപ്പുറമല്ലേ, അങ്ങോട്ട് തന്നെ എടുത്തോ. കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായ കാസർകോട് കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഇഫ്തിഖർ അഹമ്മദിനെ അന്വേഷണ വിധേയമായാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം സ്വദേശിനിയായ 22-കാരിയുടെ പരാതിയിൽ, അതായത് ഈ മാസം 13-ാം തീയതി പറശ്ശിനിക്കടവിലെ വാട്ടർ തീം പാർക്കിലെ പൂൾ വേവിൽ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ തളിപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിൽ ഇയാളിപ്പോൾ റിമാൻഡിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണിപ്പോൾ കേന്ദ്ര സർവകലാശാല ഇയാൾക്കെതിരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബേക്കൽ പോലീസാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിലും ഇയാൾ സസ്പെൻഷൻ നേരിട്ടിരുന്നു നേരത്തെ. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർവകലാശാലയിൽ ഇയാൾ തിരിച്ചെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെതിരെ വിദ്യാർത്ഥി SFI AVP ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധമുയർത്തിയതോട് വീണ്ടും സസ്പെൻഷനിലാവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ഉന്നത സ്വാധീനം ഉള്ള ഇയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ നടപടി ഉണ്ടായാലും തിരിച്ച് കോളേജിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇയാൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെ കുറയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പലരും ഇത്തരത്തിൽ പരാതി പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ കണ്ണൂരിലെ ഈ കേസിൽ ഇയാൾ ഇപ്പോൾ അകപ്പെട്ടതോടുകൂടി കേന്ദ്ര സർവകലാശാലയ്ക്ക് ഇയാളെ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്.
പാലക്കാട് കൊടലൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം. 5 പവൻ സ്വർണവും പണവും മോഷണം പോയി. തിങ്കളാഴ്ച വീട് പൂട്ടിപ്പോയ വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പരാതി നൽകിയിട്ടും ഫലമില്ലാതെ വന്നതോടെ സ്വന്തമായി കുളങ്ങൾ കുഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങൾ. 16 കുടുംബങ്ങളാണ് ഈ കടുത്ത വേനലിലും കുടിവെള്ളം ലഭിക്കാതിരുന്നപ്പോൾ സ്വന്തമായി വെള്ളം കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചത്. പഞ്ചായത്തിൽ നിവേദനങ്ങൾ നൽകി മടുത്ത മൂലമറ്റം നച്ചാർ കോളനിയിലെ കുടുംബങ്ങളാണ് സ്വന്തമായി 2 കുളങ്ങൾ കുഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. 12 അടിയോളം ആഴവും 9 അടിയോളം വീതിയുമുള്ള 2 കുളങ്ങളാണ് കോളനി നിവാസികളായ ഷിഹാബിന്റെയും ബെഞ്ചമിന്റെയും പ്രസാദിന്റെയും നേതൃത്വത്തിൽ കുഴിച്ചത്. ഇതോടെ 16 കുടുംബങ്ങൾക്ക് യഥേഷ്ടം വെള്ളവും ലഭിച്ചു തുടങ്ങി. നച്ചാറിന്റെ തീരത്താണ് കോളനിയെങ്കിലും വേനലിലും വർഷത്തിലും ഇവർക്ക് കുടിവെള്ളത്തിന് സ്ഥിരം സംവിധാനമില്ലായിരുന്നു. പുറമ്പോക്കിൽ കഴിയുന്നതിനാൽ ജല അതോറിറ്റിയുടെ വെള്ളവും ഇവർക്ക് അന്യമാണ്. തൊട്ടടുത്ത് വൈദ്യുതി ബോർഡ് കോളനി നിവാസികൾക്കായുള്ള ജലവിതരണ പൈപ്പുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ സംവിധാനമുണ്ടായിരുന്നില്ല. നമുക്ക് കഴിഞ്ഞ പ്രളയം വന്നപ്പം നമ്മുടെ കിണറുകളിലെല്ലാം വെള്ളം കയറി മൊത്തം നശിച്ചായിരുന്നു. പിന്നെ അത് എല്ലാവരും കൂടി തേകവും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യം വേനൽ വന്നപ്പം എല്ലാ പ്രാവശ്യത്തെക്കാളും ഭയങ്കരമായിട്ട് പറ്റിയപ്പോഴേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിവെള്ള ക്ഷാമം, കുളിക്കാൻ അലക്കാൻ ഒന്നിനും തന്നെ വെള്ളമില്ലാണ്ട് വന്നു. അപ്പം അമ്മമാരും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഒരു ആറ്റിലൊരു കുഴി എടുത്ത് നോക്കിയാൽ വെള്ളം എങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പം വെള്ളം നല്ല രീതിയിലുണ്ട്. അപ്പം അവിടെയുള്ള ഒരു 3-4 കുടുംബക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല, കുടിവെള്ളമുണ്ട്. അത്യാവശ്യം എല്ലാവരും തന്നെ അവിടെ ഒന്ന് മോട്ടോർ വെച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അല്ലാണ്ട് കോരിക്കൊണ്ട് പോകുന്നവരുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒന്ന് വെള്ളം എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ. ഇപ്പം എന്നായാലും ഞങ്ങളുടെ ഭാഗത്ത് വെള്ളത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല. കോളനിയിൽ ഏതാനും വീടുകൾക്ക് കിണറുകളുണ്ട്. മറ്റുള്ളവർക്ക് ഇപ്പോഴും ആശ്രയം ആറിനരികിൽ കുഴിക്കുന്ന കുഴികളാണ്. മഴ മാറാതെ നിന്നാൽ വർഷക്കാലത്ത് ചെളിവെള്ളമാണ് കിട്ടുക. വേനൽ കൂടുന്നതോടെ എല്ലാ വർഷവും ഈ മേഖലയിൽ വെള്ളത്തിന് വലിയ പ്രശ്നമാണുള്ളത്. 30 വർഷം മുൻപ് ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് പദ്ധതി പരിഗണിച്ചിരുന്നു. അതിനായി പൈപ്പുമിട്ടു. പക്ഷേ വെള്ളം മാത്രം വന്നില്ല. കോളനി നിവാസികൾ എല്ലാ തലങ്ങളിലുമുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകലും പരാതി പറച്ചിലും തുടർന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങളിവിടെ വന്നിട്ട് 45 വർഷമായി. അന്ന് മുതൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഉണക്കമുണ്ടായിട്ടില്ല. അപ്പോൾ വെള്ളം വേണ്ട കുടിക്കുക. ഞങ്ങൾ എന്നും 800 രൂപ വെച്ച് ഞങ്ങൾക്ക് നല്ല വെള്ളച്ചെലവുണ്ട്. 800 രൂപ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ 800 രൂപയ്ക്ക് ഇവിടെ പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കുടിയിനകത്ത് ആറ്റിൽ ഒഴിൽ കുഴിച്ചു. അതിൽ നിന്ന് ഞങ്ങൾ എത്ര പേർക്ക് വേണമെങ്കിലും വെള്ളം എടുക്കാം. വെള്ളം ഇഷ്ടം പോലെയുണ്ട്. ഞങ്ങൾ 2-3 വീട്ടുകാർ ഇപ്പോൾ അതിൽ ഇട്ടിട്ടുള്ള വേറെ അപ്പുറത്തേക്കും കുഴിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് വേറെ അപ്പുറത്തെ സൈഡിലുള്ളവരെടുക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ 2-3 വീട്ടുകാരെടുക്കുന്നു. ഇത് വേണമെങ്കിൽ വെള്ളം എല്ലാവർക്കും ഇതില്ല, മോട്ടറില്ലാത്തതുകൊണ്ട് ഓസി പിടിച്ച് എല്ലാവരും കൊണ്ടുപോകും. ഈ വർഷത്തെ കൊടും വേനൽ ശരിക്കും കോളനിക്കാരെ ദുരിതത്തിലാക്കി. 6 വറ്റി വരണ്ടു. കിണറുകളെല്ലാം തന്നെ വറ്റി. ഇവിടത്തുകാർ പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലുമായി. 500 ലിറ്റർ വെള്ളത്തിന് 700 രൂപയാണ് വില. അതും കിട്ടാൻ പ്രയാസമായതോടെയാണ് കോളനി നിവാസികൾ ഒത്തുകൂടി പിരിവിട്ട് പണം സമാഹരിച്ച് കുളം കുഴിച്ചത്. ന്യൂസ് 18 തൊടുപുഴ. ഇടവേള. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. ഈ മാസം 31-ന് മൺസൂൺ എത്തും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് പ്രവചനം. കഴിഞ്ഞ വർഷം ജൂൺ 4-നാണ് മൺസൂൺ കേരളത്തിലെത്തിയത്. സംസ്ഥാനത്തെ തീരപ്രദേശത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചതാണ് ഇക്കാര്യം. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രത പാലിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു മഴക്കാലമെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പൊന്നാനിയിലെ കടൽ ഭിത്തി നിർമ്മാണം ഭാഗികമാണ്. ടൈട്രോപോഡ് ഉപയോഗിച്ചുള്ള ചെല്ലാനം മോഡൽ കടൽഭിത്തി നിർമ്മാണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. പൊന്നാനി നഗരസഭാ പരിധിയിലും വെളിയങ്കോട് പെരുമ്പടവ് പഞ്ചായത്ത് പരിധിയിലും കരിങ്കൽ കൊണ്ടുള്ള കടൽഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാകില്ല എന്ന ആശങ്കയും നടപടിക്രമങ്ങൾ ചുവപ്പുനാടയിൽ കുടുങ്ങുന്നതിന്റെ ആദിയും പങ്കുവയ്ക്കുന്ന നാട്ടുകാർ ഇക്കുറി കടൽക്ഷോഭമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ്. CBN മോദിന്റെ റിപ്പോർട്ട് കാണാം. ഞാൻ നിൽക്കുന്നത് പൊന്നാനിയിലാണ്. എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ പൊന്നാനിയിൽ തീരദേശം കടലെടുക്കുന്നതും
കടൽക്ഷോഭത്തിൽ ഈ നാട്ടുകാർ വലയുന്നതൊക്കെ നമ്മൾ വാർത്തയാക്കാറുള്ളതാണ്. കടൽഭിത്തിയുടെ കുറവാണ് എല്ലാ തവണയും ഇവിടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കടൽഭിത്തിക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മഴക്കാലം എത്തുന്നതിന് മുൻപ് എത്രത്തോളമായി ഇവിടുത്തെ മുന്നൊരുക്കങ്ങൾ എന്നതുകൂടി പരിശോധിക്കുകയാണ് നമ്മൾ. 11 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ തീരദേശ മേഖലയുള്ളത്. അത്രയും ദൂരം കടൽക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് കടൽഭിത്തി നിർമ്മിക്കാനുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ചെല്ലാനം മോഡൽ ടെട്രാപോഡ് കൊണ്ട് കടൽഭിത്തി നിർമ്മിക്കും എന്ന പ്രഖ്യാപനം വന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നടന്നു. പക്ഷേ അതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പായിട്ടില്ല. നമ്മളിപ്പോൾ ഈ നാട്ടുകാർ തന്നെ ചേരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ഹിലർപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇതിന് ഈ മേഖലയിൽ ഇവിടെ കടൽഭിത്തിയുടെ നിർമ്മാണം അവസാനിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി കടൽഭിത്തിയില്ല. അപ്പോൾ കടൽ ഇവിടേക്ക് കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ വർഷവും കടൽ ക്ഷോഭം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതുവരെയുള്ള ഈ ഒരു കടൽഭിത്തി നിർമ്മാണം എത്രമാത്രം ശാസ്ത്രീയമാണ്? ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഇതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. കാരണം ഇതിനൊരു പരിഹാരം ആവുകയാണെങ്കിൽ പൊന്നാനി അയ്യ തൊട്ടിട്ട് പുതുപൊന്നാനി അയ്യ വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽഭിത്തി കെട്ടന്നെ വേണം. പൊന്നാനി അല്ലെങ്കിൽ പൊന്നാനി കാപ്രിക്കാട് വരെ നമ്മളെ ജില്ലയുടെ അതിർത്തിയാണ്. അത് കാപ്രിക്കാട് വരെയെങ്കിലും ശാശ്വതമായിട്ട് കടൽഭിത്തി കെട്ടണം എന്ന് പറഞ്ഞു. കാരണം മാത്രം മത്സ്യത്തൊഴിലാളികളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുറമ്പോക്കിലൊന്നുമല്ല അവർ ജീവിക്കുന്നത്. ആ സർക്കാരിൻ്റെ നികുതി അടക്കുന്ന ഭൂമിയിലാണ് ഇവരൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ 27 സെൻറ്റ് ഭൂമിയും വീടുമാണ്. ഏകദേശം അതിൽ 10-15 സെൻറ്റ് സ്ഥലം കടലിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിലെടുത്ത് പോയി. ഇനിയുള്ള ഇതിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം റുപ്യ സർക്കാർ തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഭൂമിയിലൊന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി റുപ്യ വകയിരുത്തി. ഈ 10 കോടി റുപ്യ വകയിരുത്തിയതിൽ പൊന്നാനി നഗരസഭയ്ക്ക് ഇറിഗേഷൻ വകുപ്പ് കൊടുത്തിരിക്കുന്നത് വെറും 600 മീറ്ററാണ്. നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ. ഈ 600 മീറ്റർ അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഈ ഇപ്പോൾ 65 ലക്ഷം റുപ്യക്കാണ് കഴിഞ്ഞ മൺസൂൺ കാലത്ത് ഇവിടെ സന്ദർശിച്ച സബ് കളക്ടർ വന്നപ്പോൾ ഇവിടെ ഉള്ള പ്രദേശവാസികൾ മൊത്തത്തിൽ തടഞ്ഞതിൻ്റെ പേരിലാണ് ഒരു 218 മീറ്ററാണ് അവരന്ന് ചെയ്തത്. 65 ലക്ഷം റുപ്യ വകയിരുത്തിയിട്ട്. എന്താണ് ഈ കാണുന്നത്? 65 ലക്ഷം റുപ്യ കടലിലേക്ക് കൊണ്ടിട്ടതാണ്. നിങ്ങൾ കാണുന്നല്ലോ, ദൃശ്യങ്ങളിൽ കാണാമല്ലോ. ഇനി വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽക്ഷോഭത്തിൽ ഉള്ള കുറച്ച് വീടുകളുടെ കൂടി ഉണ്ട് ഈ തീരദേശത്ത്. അവരും കൂടി ഇവിടെ നിന്ന് തീരദേശത്ത് മുഴുവനായിട്ടും കടൽഭിത്തി കെട്ടിയിട്ടില്ല. കെട്ടിയത് അശാസ്ത്രീയമായിട്ടാണ്. അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ കടൽഭിത്തി കെട്ടിയിട്ടുള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥന്മാരും ഇത് കോണ്ടാക്ട് എടുക്കുന്നവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. അതായത് ഫുൾ വർക്കിനുള്ള ഫണ്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല. അത് ഇപ്പോൾ 65 ലക്ഷം റുപ്യേൻ്റെ വർക്കാണ് ഇപ്പോൾ 218 മീറ്റർ. ഞങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാം ഈ 65 ലക്ഷം റുപ്യേൻ്റെ വർക്കല്ല. അതായത് 65 ലക്ഷം റുപ്യ കറക്റ്റായിട്ട് ഇവിടെ വിനിയോഗിച്ചിട്ടില്ല. അത് നമുക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും. ഒക്കെ പോവും. അടുത്ത അതായത് ജൂൺ ജൂലൈ മാസം അടുത്ത കടൽക്ഷോഭത്തിൽ ഈ കല്ലുകളെല്ലാം പോവും. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഈ തീരദേശ റോഡ് ഇത് പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചാരയോഗ്യമല്ല ഇപ്പോൾ ഈ റോഡ്. കടലെടുത്തതാണ്. അതെന്നാണ് ഇപ്പോൾ പറഞ്ഞാണ് കാര്യം. അതന്നെ കല്ലിട്ടാണ് 65 ലക്ഷം റുപ്യ കല്ലിട്ടാണ് കാണാം. അതെല്ലാം താമസിക്കും. വെള്ളം ഇനി പഠിച്ചാൽ വെള്ളം കയറിൽ കൊടുക്കും. അതന്നെ ഉണ്ടാവില്ല. ഈ ചെല്ലാനം മോഡൽ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടന്നു നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റിയതിൽ? അവർ വന്നിരുന്നു, ഇവിടെ വന്നിട്ട് നോക്കിയിരുന്നു, ഇവിടെ വന്നിട്ട് പറഞ്ഞിരുന്നു പിന്നെ ഇത് വിറ്റ് ഇവിടെ എന്താ. പക്ഷെ പറിച്ചില്ല ഇവിടെ ഒന്നും കാണണമെന്നില്ല. അവർ വന്നിട്ട് പരിശോധിച്ചു. ഈ മഴക്കാലത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു കടൽഭിത്തി ആണെങ്കിൽ? മഴക്കാലത്ത് എന്താ പഴയതുമാതിരി തന്നെ വീണ്ടും കടൽ കയറും. വീണ്ടും ജനങ്ങളെല്ലാം വീണ്ടും ദുരിതത്തിലാവും. വീണ്ടും അവർ ദുരിതാശ്വാസ ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പിലേക്കൊക്കെ അവർ മാറും. ഇതൊക്കെ തന്നെയാണ് വീണ്ടും പ്രശ്നങ്ങൾ ഇവിടെ ഇനിയും സംഭവിക്കാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ചായിട്ട് ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല. വീണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടും. അത്ര തന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അടുത്ത കടൽ കയറുമ്പോൾ കാണണം. അത്ര തന്നെ ഈ നാട്ടുകാരെ എല്ലാവരോടും പറയാനുള്ളത്. നഗരസഭ ഒന്നും ഈ വിഷയത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്നില്ല. ഇതിന്റെ തൊട്ടടുത്ത വാർഡാണ് നഗരസഭാ ചെയർമാന്റെ വാർഡ്. അദ്ദേഹം കഴിഞ്ഞ കടൽക്ഷോഭം നടക്കുന്ന കാലത്ത് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ട് വരില്ല. ഈ സബ് കളക്ടറെ തടഞ്ഞന്ന് അദ്ദേഹം വണ്ടി തിരിച്ചു കണ്ട് ഇവിടുന്ന് ഓടിയതാണ്. കാരണം അത്രയും സിറ്റുവേഷൻ വളരെ ഗുരുതരമായിട്ടാണ് ഉള്ളത്. പൊന്നാനി മണ്ഡലത്തിലേക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ സർക്കാർ വകയിരുത്തിയിട്ട് ഇവിടുത്തെ MLA വകയിരുത്തുന്നത്. ഇപ്പോൾ കണ്ട ചങ്ങരകുളം മോഡലിലാണ് ചങ്ങരകുളത്ത് ടൗണൊക്കെ എത്രയോ ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ടാണ്, കോടികൾ കൊടുത്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാണ്. ഈ തീരദേശത്തിനെ ഈ ഗവൺമെൻറ് ഈ പൊന്നാനി MLA വളരെയധികം അവഗണിക്കുകയാണ്. ഇവിടെ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് ഈ തീരദേശത്തുള്ള ജനങ്ങളെ
ഈ ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അടിയന്തരമായിട്ട് ഇപ്പോൾ മഴക്കാലത്തിന് മുൻപ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളത്? തീർച്ചയായിട്ടും സർക്കാർ ഇപ്പോൾ ഈ മറ്റേ ചെല്ലാന മോഡലുള്ള വർക്കുകൾ പൊന്നാനി മണ്ഡലത്തിൽ ചെയ്യണം. അതിനിപ്പോൾ ഭരണവശത്തുള്ള MLA മുൻകൈ എടുക്കണം. അദ്ദേഹം വിചാരിച്ചാൽ നടക്കുമല്ലോ കാര്യങ്ങൾ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്പീക്കർ ഉണ്ടാവുന്ന ടൈമിൽ കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഓരോ ബഡ്ജറ്റിൽ ഈ തീരദേശത്തിന് വേണ്ടിയിട്ട് വകയിരുത്തിയിരുന്നത്. ആ ഫണ്ടുകളെല്ലാം എവിടെ പോയി എന്നുള്ളൊരു ഇതില്ല. തീരദേശത്തുള്ള ജനങ്ങളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ഈ ഗവൺമെന്റും പൊന്നാനി MLAയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും വളരെ ഗുരുതരമായ ആക്ഷേപം തന്നെയാണ്. കൊല്ലങ്ങൾ കഴിയും തോറും ഉള്ള സ്ഥലം കഷ്ടപ്പെടുക എന്നുള്ള ആളുകളും ചത്തൊടുങ്ങുകയാണ്. അതൊന്നും ആരും അതിനെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു മന്ത്രി MLA ആരും ശ്രദ്ധിക്കുന്നില്ല. കയറിക്കൊണ്ടിരിക്കുക. എത്ര ഏക്കർ സ്ഥലങ്ങൾ പോയി. ഇനി ഇത് പോയിക്കൊണ്ടിരിക്കുക പൊന്നാനി നാടേ ഇല്ലാതാവും. അത്തരത്തിൽ ഒഴിവാക്കാൻ ഇവിടുത്തെ MLA ഇത് പ്രവർത്തിക്കുന്നില്ല. വലിയ ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഓരോ മഴക്കാലത്തും ഇവർ അനുഭവിക്കുന്ന ദുരിതം അത്രമാത്രം വലുതാണ്. നമ്മൾ എല്ലാ വർഷവും അത് നേരിട്ട് കാണുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലത്തിന് മുൻപെങ്കിലും ഈ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നൊരാവശ്യം ഇവർ ഉന്നയിക്കുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6265, പവന് 54,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5650, പവന് 45,200. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.